ഡോക്ടർ റോയ് മാത്യു. സിഗ്നേച്ചർ കൊള്ളാം. Sit down. ഞാൻ കൃത്യം 8:30 AM തന്നെ വന്നു. That's fine. The boss can always be late, but you have to wait. ഇയാൾക്ക് എന്തോ ആണെന്ന് വിചാരം. Any problem? No problem. ഒരു സർജന് പങ്ക്ച്വാലിറ്റിയും പ്രിസിഷനും മാത്രം പോരാ. You have to be neat and presentable like me. എന്താ രാവിലെ സാധാരണ കുളിക്കാറൊന്നുമില്ലേ? കാർ കേടായി. ലേറ്റ് ആവാതിരിക്കാൻ ഇത്തിരി ഓടേണ്ടി വന്നു. ഓടുന്നത് വളരെ നല്ല എക്സസൈസ് ആണ്. ഓക്കെ, ഈ റേസിൽ ഒപ്പിട്ടിട്ട് എന്റെ കൂടെ റൗണ്ട്സിന് ജോയിൻ ചെയ്തോളൂ. ഫ്രഷ് ആയിട്ട്. ഓക്കെ. തള്ള മരിച്ചുപോയി. ഏതോ വണ്ടി ഇടിച്ചതാ. ഹൗ ഈസ് ഷീ? ഓ, വലിയ ഹോപ്പൊന്നുമില്ല. ഹെർ പൾസ് ഈസ് വെരി വീക്ക്. ദർ ഈസ് സം ഇന്റർണൽ ഇൻജുറി. നിങ്ങളൊക്കെ ഈ കുട്ടിയുടെ ആരാ? ആരുമല്ല, വഴിയിലെ ആക്സിഡന്റ് ആയി കിടക്കുന്ന കണ്ടിട്ട് എടുത്തോണ്ട് വന്നതാ. ഐ സി. സിസ്റ്റർ, ആ ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് ബാൻഡേജ് ചെയ്ത്. ഓക്കെ. നിങ്ങളൊന്ന് വരൂ. ഇതൊരു എമർജൻസി ഓപ്പറേഷൻ കേസാണ്. പക്ഷേ ആക്സിഡന്റ് കേസസ് ഒന്നും ഈ ഹോസ്പിറ്റലിൽ എടുക്കില്ല. നിങ്ങൾ വേഗം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. ഡോക്ടർ, അത്രയും ദൂരം പോകുമ്പോ ഈ കുട്ടിയുടെ ജീവൻ അല്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത് പിന്നെ എന്താ വാട്ട്സ് പ്രോബ്ലം? സാർ, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ട് അത് എടുക്കുന്നില്ല സാർ. ലെറ്റ് മീ സീ. കം. ഡോക്ടർ റോയ്, ഷീ ഈസ് വെരി ക്രിട്ടിക്കൽ. ക്രിട്ടിക്കൽ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ബുദ്ധിയല്ലേ? ഡെത്ത് കേസ് കൂടിയാൽ ഹോസ്പിറ്റലിന്റെ ഗ്ലാമറിന് ഭംഗം, പിന്നെ നമുക്ക് കോടതി കയറേണ്ട മെനക്കേടും. അല്ല, മെഡിക്കൽ ലീഗൽ കേസാകുമ്പോ എന്ത് മെഡിക്കൽ ലീഗൽ കേസ്? ഒരു കുഞ്ഞിന്റെ ജീവൻ മുന്നിലിട്ടുകൊണ്ടാണോ മെഡിക്കൽ ലീഗൽ കേസ്? സേഫ് കേസുകൾ മാത്രം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വിളിക്കുന്നത്? കമോൺ, ബ്രിങ് ടു ദി ഓപ്പറേഷൻ തിയേറ്റർ. Move back. മാറിക്ക. ഡോക്ടർ, ആ ആക്സിഡന്റ് കേസ് കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതല്ല, കുട്ടിയുടെ തള്ള മരിച്ചല്ലോ. FIR. ഒരു ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുളിയും ജപവും കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ഉറക്കവും കഴിഞ്ഞല്ലേ വരും ഏമാമാരെ. എവിടാന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. എന്നാ സാറേ, ഞങ്ങൾ പോയിക്കോട്ടെ. എന്താ ഇത്ര ധൃതി? ഇനിയും ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട്. അത് മാത്രമല്ല, ആർക്കറിയാം നിങ്ങൾ തന്നെ ഇടിച്ചിട്ട് നിങ്ങൾ തന്നെ ആശുപത്രി കൊണ്ടുവന്നല്ലെന്ന്. അപകടത്തിൽപ്പെടുന്നവരെ കാരുണ്യം തോന്നി ആശുപത്രിയിൽ എത്തിക്കുന്നവരെ കൂടി പ്രതിയാക്കിയ ഒരു കേസെടുപ്പ്. ഇതുകൊണ്ട് തന്നെ പെരുവഴിയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത. ഇനി ഇതിന്റെ പേരില് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റല്ലേ? ഒരു അല്പം നന്മ ബാക്കി നിൽക്കുന്ന ഈ യുവതലമുറയുടെ ധാർമ്മിക ബോധം കൂടെ കെടുത്തി കളയല്ലേ സാറേ? ഇയാൾ ആരാന്ന വിചാരം? മെഡിക്കൽ ലീഗൽ കേസ് അറ്റൻഡ് ചെയ്യുക, മറ്റു ഡോക്ടർമാരെ പരസ്യമായി കുറ്റപ്പെടുത്തുക, SIയെ പിടിച്ച് വരട്ടുക, അതൊക്കെ പോട്ടെ. MDയുടെ നീസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ മനഃപൂർവ്വം കൊച്ചാക്കുക. എന്നിട്ട് എല്ലാത്തിനും ഇങ്ങനൊരു ഞൊട്ടയിടിയിലും. അയാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു. പിന്നെന്താ, ബെസ്റ്റ് സർജനാ. അതുകൊണ്ടല്ലേ ഞങ്ങളും അയാളെ വെച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ എന്നും വെച്ച് പൊറപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. ഹി ഷുഡ് ബി റീപ്ലേസ്ഡ്. മോൾ ആദ്യം അയാളുടെ കൂടെ നിന്ന് പഠിക്കേണ്ടത് മുഴുവൻ പഠിച്ച് മിടുക്കിയാകാൻ നോക്ക്. എന്നിട്ട് നമുക്ക് റീപ്ലേസ്മെന്റിന്റെ കാര്യം ആലോചിക്കാം. മോള് ചെല്ലേ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. How is she?
കോൺഷ്യസ് ആയി, പക്ഷെ ഇപ്പൊ നല്ല ഉറക്കം. ആ. കുട്ടിയുടെ ബന്ധുക്കളാരെങ്കിലും? കുട്ടിയുടെ അമ്മയുടെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ പോലും ആരും വന്നില്ല. അന്വേഷിച്ചപ്പോ സ്വന്തക്കാരായിട്ട് ആരും ഇല്ലെന്ന് അറിഞ്ഞത്. ഹലോ ഡോക്ടർ. മോർണിംഗ്. ആ, ഈ കുട്ടി എന്റെ പേഴ്സണൽ പേഷ്യന്റ് ആയി കണക്കാക്കി ബിൽസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാൻ പറഞ്ഞു. യെസ് ഡോക്ടർ. ഈ ഡ്രിപ്പ് കൂടെ കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റിക്കോളൂ. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഓക്കെ? ഹൗ ആർ യു? ആശ്വാസമുണ്ട് ഡോക്ടർ. ആ. എന്താ മോളെ ഇത്? മരുന്ന് കൊടുത്തിട്ട് കുടിക്കുന്നില്ല ഡോക്ടർ. ആ, ഞാൻ കൊടുക്കാം. ആ. മിടുക്കി. എന്താ മോളുടെ പേര്? പാർവതി. നല്ല പേരല്ലേ? ഡോക്ടർ അങ്കിള് മോളെ പാറക്കുട്ടിയെ വിളിക്കും. എന്റെ അമ്മയെ എന്നെ അങ്ങനെയാ വിളിക്കാം. ഡോക്ടർ അങ്കിൾ, എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ വന്നിരുന്നല്ലോ. അപ്പൊ പാറക്കുട്ടി ഉറങ്ങായിരുന്നു അല്ലേ? ഇപ്പൊ പോയതേ ഉള്ളൂ. മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നാളെ രാവിലെ വരും. വേണ്ട, എനിക്ക് ഇപ്പൊ കാണണം. കരയല്ലേ? പാറക്കുട്ടി മിടിക്കല്ലേ? പാറക്കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? ഡോക്ടർ അങ്കിൾ ഉണ്ട്, നേഴ്സ് ആന്റി ഉണ്ട്, ആ ഡോക്ടർ ആന്റി ഉണ്ട്. കിടന്നോളൂ. ഡോക്ടർ അങ്കിള് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഇനി അമ്മ വരുമ്പോ പാറുക്കുട്ടി ഉറങ്ങുകയാണെങ്കിലും വെളിച്ചെണ്ണത്തിൽ കണ്ടിട്ടേ പോവെന്ന് പറയണം. തീർച്ചയായും. ഓക്കെ. ഡോക്ടർ ആനി ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അതൊക്കെ നഴ്സുമാരുടെ ജോലിയല്ലേ? എന്താ? കുറെ ശവങ്ങളും മരിച്ചു കയറി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അർത്ഥമറിയാത്ത കുറെ തിയറികൾ മരച്ചു കലക്കി പഠിച്ചാൽ ആർക്കും ഡിഗ്രി കിട്ടും. പക്ഷെ ജീവനുള്ള മനുഷ്യനെ സ്നേഹപൂർവ്വം പരിചരിച്ചെങ്കിൽ മാത്രമേ തൊട്ടും കൊട്ടിയും ശ്രമിച്ചു നോക്കാതെ രോഗം നിർണ്ണയിക്കാനുള്ള വൈദ്യസിദ്ധി ദൈവം വരമായിട്ട് നൽകൂ. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് ഏറ്റവും വലിയ ഡോക്ടർ. ഏറ്റവും വലിയ മരുന്ന് സ്നേഹവും. അതങ്ങനെ വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കുന്ന ലാഘവത്തോടല്ലേ ഇതൊക്കെ രോഗികളെ പരിശോധിക്കുന്നത്. നിങ്ങൾ റൗണ്ട് സെൻഡ് ചെയ്തോളൂ, ഞാൻ പിന്നെ ജോയിൻ ചെയ്തോളാം. ജോലിയാണ് പോലും. Stupid. ഇക്കണക്കിന് പോയാൽ നീ കറങ്ങുമല്ലോടാ റോയി. ഈ ആശുപത്രി വന്ന് വിടുന്ന അനാഥ കുഞ്ഞുങ്ങളെയൊക്കെ നീ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? അതിന് പകരം നീ ഏതെങ്കിലും കണ്ടാക്കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കണ്ടുപിടിക്കും. അങ്ങനെയാണ് എന്റെ ജോലി അത്രയും കുറഞ്ഞു. അതല്ലച്ചോ, അമ്മയും മരിച്ചതോടെ ആ കുട്ടിക്ക് ആരും ഇല്ലാതായി. എടാ അങ്ങനെ ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയാ ഞാൻ ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്നത്. നീ ആ കുഞ്ഞിനെ എനിക്കിതാ, ഞാൻ നോക്കിക്കോളാം. ഇല്ലച്ചോ, ആ കുട്ടിയോട് എന്തോ ഒരു അടുപ്പം ദൈവമായിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ വളർത്തു വെച്ചു. കുറെ കൊല്ലം മുമ്പ് ഒരു വെളുപ്പാങ്കാലത്ത് നടക്കാൻ ഇറങ്ങുമ്പോ റോഡ് വക്കിലെ മരച്ചോട്ടിൽ കൈകാലിട്ടടിച്ച് കരയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ എനിക്ക് കിട്ടി. അവൻ വളർന്നു, വലിയവനായി, വലിയ ഡോക്ടറായി. സന്തോഷമുണ്ട്. പക്ഷെ അതിലും വലിയ സന്തോഷം അവൻ വലിയ ഒരു മനുഷ്യസ്നേഹിയാണല്ലോ എന്നറിയപ്പെടാം. ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്റെ വലത്തെ കാലിന് ഭയങ്കര വേദന. ആ വൈദ്യുതി കുറച്ച് കഷായമൊക്കെ തന്നു കുടിച്ചു, ഒരു കുറവുമില്ല. കാലിലേക്കുള്ള രക്ത ഓട്ടം കുറവാണെന്നാ അയാള് പറയുന്നത്. അച്ഛൻ ആദ്യം ഈ ചുരുട്ടുവലി നിർത്തണം, പിന്നെ ആഹാരവും കുറയ്ക്കണം. എടത്തമാടി, ഞങ്ങൾ അച്ഛന്മാർക്ക് അനുവദിച്ചിട്ടുള്ളത് 3 പാപങ്ങളാണ്. ഒന്ന് സുഭിക്ഷമായ ചാപ്പാട്, പിന്നെ വൈരടി, പിന്നെ ഈ ചുരുട്ടുവലി. അതിന് അച്ഛൻ സാധാരണ വലിയല്ലോ, ഭയങ്കര ആഞ്ഞു വലിയല്ലേ. ഏതായാലും നാളെ ഹോസ്പിറ്റലിലോട്ടൊന്ന് വാ, നമുക്കൊരു ചെക്കപ്പ് നടത്താം. ഞാൻ ആശുപത്രിയിലേക്കില്ല, നീ കുത്തിവെക്കും. മക്കളെ എല്ലാരും വാ. ഇത് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണം.
ആ എല്ലാവർക്കും കൊടുക്കണം. ആ ആ ആ ആ ഇന്നു മുതൽ അച്ഛന്റെ പ്രാർത്ഥനയിൽ ഒരാളെ കൂടെ ഓർക്കണം. മനസ്സിലായി. പാറക്കുട്ടിയല്ലേ, മറക്കാതിരിക്കാൻ ഓർത്തോളാം.